10th ഫിസിക്സ് സ്റ്റേറ്റ് CBSE കോമണാണ്. അതിലെ ഒരു ചാപ്റ്ററാണ് ഇലക്ട്രിസിറ്റി. നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് പഠിക്കാം. What is electricity? Electricity is an important place in our daily life. It is controllable and convenient for our variable purposes. ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് കാണാൻ കഴിയുന്നതല്ല, പക്ഷെ നമുക്ക് തൊട്ടാൽ ഷോക്ക് കിട്ടും, അല്ലേ? ആരോ നമ്മൾ അടിക്കുന്നുണ്ട് ഒക്കെ. ഇതെന്താണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമായിട്ട് മാറുകയാണ്. പക്ഷെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പല ആവശ്യം, കൺവീനിയൻ്റ് ഉള്ള പല ആവശ്യങ്ങൾക്കും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വാട്ട് ഡസ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് മീൻസ്? ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്? എ കണ്ടിന്യൂസ് ആൻഡ് എ ക്ലോസ്ഡ് പാത്ത് ഓഫ് ആൻ ഇലക്ട്രിക് കറണ്ട് ഈസ് കാൾഡ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് സപ്ലൈ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആരോ കാണിച്ചിട്ടുണ്ട്, അതുവഴി സ്വിച്ച് വന്ന് സ്വിച്ചിൽ കൂടെ ഓണായി നേരെ ബൾബിൻ്റെ ഫിലമെൻ്റ് വഴി കറങ്ങി ആ വയറിലൂടെ തിരിച്ച് നേരെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് എത്തുന്നു. ഇതിനിടയ്ക്ക് എങ്ങും മുറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനെ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നു. അപ്പോൾ പോസിറ്റീവിൽ നിന്നും ഈ കറണ്ട് ഫ്ലോ ചെയ്ത് ബൾബ് വഴി നേരെ വന്ന് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് എത്തുന്ന ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് കറണ്ടിനെയാണ് നമ്മളുടെ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഹൗ ഡു വി എക്സ്പ്രസ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് എന്നതിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കി, നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോവിങ് ത്രൂ എ പർട്ടിക്കുലർ ഏരിയ ഇൻ യൂണിറ്റ് ടൈം. ഇൻ അതർ വേർഡ്സ് അല്ലെങ്കിൽ ഓർ the rate of flow of electric charge is called electric current. എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് ഒരു സർക്യൂട്ടിനകത്തൂടെ, ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്കകത്തൂടെ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ടൈം, ഒരു ടൈമിനകത്ത് ഫ്ലോ ചെയ്യുന്നതിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് കാൾഡ് ഇലക്ട്രിക് കറണ്ട്. അതായത് നമ്മളൊരു സർക്യൂട്ടിനകത്ത് ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക് ചാർജിൻ്റെ റേറ്റ്, അതിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. If a net charge Q flows across any cross section of a conductor in time t, what happened it? ഒരു ചാർജ് Q ഒരു കണ്ടക്ടറിലൂടെ ഒരു ക്രോസ് സെക്ഷനിലുള്ള കണ്ടക്ടറിനകത്തൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ടൈം ടീക്കകത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം. അതിന് ഉത്തരം ഇത്രയേ ഉള്ളൂ, കറണ്ട് ഫ്ലോവിങ് ത്രൂ ദി കണ്ടക്ടർ I is equal to Q/T. അതായത് ആ സമയത്ത് അതിനകത്തൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ ഫ്ലോ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ആ കറണ്ട് I എന്ന് പറയുന്നത്, ആ ചാർജ് Q ഡിവൈഡഡ് ബൈ ദാറ്റ് ടൈം T. നമുക്ക് ഈ സർക്യൂട്ട് നോക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരിക്കൽ കാണിച്ചത് തന്നെയാണ്, അതേപോലെ തന്നെയാണ് ഇത് വീണ്ടും വന്നിരിക്കുന്നത്. ഓക്കെ, ഡിഫൈൻഡ് ദ യൂണിറ്റ് ഓഫ് കറണ്ട്. കറണ്ട് എന്താണ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് കറണ്ട് എന്നാലെന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 1 ആംപിയർ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഫ്ലോ ഓഫ് 1 coulomb ഓഫ് ചാർജ് പെർ സെക്കൻഡ്. അതായത് ഒരു ആംപിയർ എന്ന് പറയുന്നത്, ഒരു ആംപിയർ ഉണ്ടാകുന്നത് 1 coulomb ചാർജ് ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ, അതിനെ സിംപ്ലി ഇക്വേഷനിൽ പറഞ്ഞാൽ 1 ആംപിയർ ഈസ് ഈക്വൽ ടു 1 coulomb ബൈ 1 സെക്കൻഡ്. How we express the quantities of current? കറണ്ടിൻ്റെ ക്വാണ്ടിറ്റിയെ നമ്മൾ എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്, വിശദീകരിക്കുന്നത്. അതപ്പോൾ നമുക്ക് വളരെ ചെറിയ കറണ്ട് വരുന്നത് മൈക്രോ ആംപിയർ. അതായത് ഒരു മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻⁶ ആംപിയറാണ്. ഇനി അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലുതെന്ന് പറയുന്നത് മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 10⁻⁻³ ആംപിയർ ആണ്. പിന്നെ വരുന്നത് സാധാരണ നമ്മൾ പഠിച്ച ആംപിയർ. ഇനി അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹയർ വാല്യൂ എന്നുള്ളത് കിലോ ആംപിയർ. ഇതിന് മുകളിലേക്ക് ഉണ്ട് എങ്കിലും നമുക്ക് മിനിമം ഇതെന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. ഇലക്ട്രിസിറ്റിയുടെ പാഠത്തിൽ സാധാരണയായി ചോദിക്കാറുള്ളൊരു ചോദ്യമാണിത്.
ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ അധികം കാണാത്തതുമാണ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്? മെറ്റീരിയൽസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്ന്. അതിന് 3 മെറ്റീരിയലാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ്, രണ്ടെന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ്, മൂന്നെന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ എ കണ്ടക്ടർ? ഒരു കണ്ടക്ടർ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? The property which allows to flow electrons smoothly, that type of materials are called conductors. ഒരു ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ കറണ്ടിനെ വളരെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ടൈപ്പ് മെറ്റീരിയൽസുകളെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സിൽവർ, കോപ്പർ, അയൺ, ബ്രാസ്, ഇങ്ങനെ നമുക്ക് ഒരുപാട് ടൈപ്പ് സാധനങ്ങളുണ്ട്. ഓക്കെ, ദെൻ വാട്ട് ഡു യു മീൻ ബൈ എ റെസിസ്റ്റർ? ഒരു റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ദ പ്രോപ്പർട്ടി വിച്ച് ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് റെസിസ്റ്റേഴ്സ് ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആർ കോൾഡ് റെസിസ്റ്റേഴ്സ്. അപ്പോൾ ദ പ്രോപ്പർട്ടി വിച്ച് ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് എ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആർ കോൾഡ്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ആൻ ഇൻസുലേറ്റർ? The property which does not allow the flow of electrons, that type of materials are called insulators. ഒരു ഇൻസുലേറ്റർ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഒരു ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ ഫ്ലോയെ ഒരു രീതിയിലും കടത്തിവിടാത്ത, അലോ ചെയ്യാത്ത ടൈപ്പിലുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്.